ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ നമ്മൾ തീ പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഗർഭകേസ്. ദീപകേ, നീ പോയി എല്ലാ ഹോസ്പിറ്റലിലും നോക്ക്. അവൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണും. ശരി അമ്മേ. ആ, ശ്രീമോളാണല്ലോ. ആ മോളെ. അമ്മേ, എന്തെങ്കിലും വിശേഷമുണ്ടോ മോളെ? ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ വിളിച്ചതാ. ആ, ഹരീഷ് ഇവിടെ? ജോലിക്ക് പോയമ്മേ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. അപ്പൊ മോള് ഒറ്റയ്ക്കാ? അതെ, പക്ഷെ ഇത്രയും നേരം ലത ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. ആ, അമ്മേ, ഞാൻ വിളിച്ചതേ എനിക്കൊരു ആഗ്രഹം. ആഗ്രഹോ? പറഞ്ഞോ മോളെ. ഈ സമയത്ത് അങ്ങനെ പല ആഗ്രഹങ്ങളും തോന്നും. പറ. എനിക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം. ഉണ്ണിയപ്പോ? ഓ, അമ്മ പെട്ടെന്നുണ്ടാക്കി അവിടെ എത്തിക്കാം. മോള് ഫോൺ വയ്ക്കേ. ശരി അമ്മേ. രാജു, ശ്രീമോക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം. ഞാൻ ഉണ്ടാക്കി തരാം. നിനക്കൊന്ന് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? അമ്മേ, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ഓഫീസിൽ ഒത്തിരി തിരക്കുള്ള ദിവസമാ. അവൻ ഓഫീസിൽ പോകട്ടെ. നീ പലഹാരം ഉണ്ടാക്ക്, ഞാൻ അവനെ കൊടുത്തോളാം. നീ പോക്കോടാ. പിന്നെ അതെ, ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് വ്യാക്യൂൺ എന്നാ പറയുന്നത്. എന്തൊക്കെയോൺ വ്യാക്യൂൺ. വാക്യൂൺ. പിന്നെ ഞാൻ ജയന ഗർഭിണിയായിരിക്കുമ്പം എനിക്ക് കുബൂസും ഗിരിരാജൻ കോഴിയിറച്ചിയും തിന്നണമെന്നൊരാഗ്രഹം. നിങ്ങൾക്ക് ഇങ്ങനെ വിചിത്രമായി പലതും തോന്നൂല്ലോ. അതാണിങ്ങനെ ഗിരിരാജക്കോഴിയെ പോലെ നടക്കുന്നത്. അതെ, പക്ഷെ അങ്ങേരെ എവിടുന്നോ ഓടി നടന്ന് വാങ്ങിച്ചോണ്ട് തന്ന്. അല്ലെങ്കിൽ അയാളെ പിടിച്ച് നിങ്ങൾ വിഴുങ്ങിക്കളയൂലോ. അച്ഛന്റെ ഒരു കാര്യം. അമ്മേ, അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണോ? അതെ. എന്നാ ഞാനും സഹായിക്കാം. അതൊന്നും വേണ്ട. ആ ഋതിക എവിടെ? അവളെ വിളിക്ക്. അവള് ചെയ്യട്ടെ വീട്ടിലെ പണികളൊക്കെ. ഋതികേ, ഋതികേ. എന്താ പ്രേച്ചി? ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അമ്മയെ സഹായിക്കാൻ വിളിച്ചതാ. അവൾ ഒട്ടിച്ചേർന്ന് വന്നതാ. ഞാൻ ഓടിച്ചു വിട്ടു. രാധമ്മേ, മോള് വാ വാ. ചേച്ചി രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് അങ്ങനെ വന്നോ? വന്നില്ല, ഞാൻ ബെഡ് കോഫി കൊണ്ടുപോയി കൊടുത്തു. യാമിനി ചേച്ചിയെ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചു. എന്തോ വലിയ ടെൻഷനുള്ള പോലെ തോന്നുന്നു. അതെ, ടെൻഷൻ ഉണ്ടാവും. അമ്മയും മകനും തമ്മിൽ എന്തൊക്കെയോ അന്തർനാടകങ്ങൾ നടത്തുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനും ചേച്ചിയായിട്ട് ഇന്നലെ ഒന്ന് ഉരസി. ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ചേച്ചിക്ക് വലിയ വലിയ രഹസ്യങ്ങളാ. ആർക്കും ഒരു പിടിയും തരില്ല. അമ്മയും മകനും തമ്മിലാ രഹസ്യം. ആ ദീപക്ക് അവന്റെ ഭാര്യയും കുഞ്ഞിനെയും എവിടെ കൊണ്ടുപോയി കളഞ്ഞോ ആവോ? ഇനി അമ്മയും മോനും കൂടെ അവരെ കൊന്നു കളഞ്ഞോ? ഏതോ ഹോസ്റ്റലിലാണെന്നാ പറഞ്ഞേ. ആർക്കറിയാം, കൊല്ലാനും മടിക്കില്ല രണ്ടും. കൃത്യസമയത്തിന് പി എത്തി. ഏട്ടന്റെ പി ആയി പോയതുകൊണ്ട് മരുമകനെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളുടെ മോളോ രാജു, അവക്ക് സുഖല്ലേ? ഒരു കുഴപ്പമില്ല മാഡം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ ലേശ അടുക്കളപ്പണിയുടെ അസുഖം തുടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആഹാ, എന്താ എല്ലാവരും കൂടി ചിരി? തമാശ വല്ലതാണോ? ഒന്നുമില്ല ഏട്ടാ. ഋതുമോള് അടുക്കള പണി തുടങ്ങിയെന്ന് കേട്ടപ്പോ ചിരിച്ചു പോയതാ. നല്ല കാര്യം. അതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ, പഠിക്കട്ടെ. ഇവിടെ വരുമ്പോ വായിക്കുടിച്ചായിട്ട് നമുക്ക് വല്ലതും കഴിക്കാമല്ലോ. അതെ. ആ രാജു, എന്നാ നമുക്ക് പോവാം. ശരി സാർ. ഇന്ന് നമുക്ക് ഒത്തിരി യാത്രയുള്ള ദിവസം. ശരി, വാ.
നീ എന്താ ഇങ്ങനെ പാഞ്ഞേറി വരുന്നത്? വെടിച്ചില് വരുന്നത് പോലുള്ള ഇവന്റെ വരവ് കണ്ട ആർക്കും വായു ഗുളിക വാങ്ങിക്കാൻ പോയതുപോലെ. രാവിലെ എവിടെ പോയതാടാ? അത് ഞാൻ ജിമ്മിൽ പോയതാ. നീ വാ. പട്ടി ആട്ടും പോലെ അമ്മയുടെ ആങ്ങളമാർ രണ്ടുപേരും എന്നോട് പെരുമാറുന്നേ. രണ്ടിനെ ഞാൻ ഒതുക്കുന്നുണ്ട്. ഒരു ദുർമരണം. ആ, അത് പോട്ടെ, നീ പോയ കാര്യം എന്തായി? ജഗനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. തിരക്കാവുന്ന സ്ഥലത്തെല്ലാം ഞാൻ തിരക്കി. എങ്ങോട്ട് പോയിന്ന് പോലും അറിയില്ല. ആകെ കുഴപ്പമായല്ലോടാ. അയാളെ അങ്ങനെ വിടുന്നതേ നമുക്ക് ആപത്താ. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഉഫ്, ആ രമ്യയുടെ അമ്മയാ രുക്മിണി. ഇവർക്കിത് എന്തിന്റെ കേടാണാവോ? രുക്മിണി, എന്താ? അംബികെ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാനേ ഒത്തിരി തിരക്കില്ല രുക്മിണി. ഞാൻ കാര്യം പറഞ്ഞതല്ലേ. അല്ല അംബികെ. രുക്മിണി, സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്. സമയം പോകും തോറും കുട്ടി വളരും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആവും. വേഗം നിങ്ങളുടെ മരുമകൾക്ക് എന്തെങ്കിലും കലക്കി കൊടുക്ക്. കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്ക്. മരുന്ന് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അംബികെ. പക്ഷെ എങ്ങനെ കൊടുക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. കുരുട്ട് ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഡോക്ടറേറ്റ് കിട്ടിയവളല്ലേ നീ. ഏതെങ്കിലും വഴിയിൽ അവളുടെ വയറ്റിൽ വിഷം എത്തണം. അതിനുള്ള വഴി ആലോചിക്കേ. ഞാനേ അല്പം തിരക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ നമ്മൾ തീ പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഗർഭക്കേസ്. ദീപകെ, നീ പോയി എല്ലാ ഹോസ്പിറ്റലിലും നോക്ക്. അവൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണും. ശരി അമ്മേ. ഞാൻ എന്റെ ആയുസിലൊരു നോട്ടീസ് പോലും വായിച്ചിട്ടില്ലാത്ത ആളാ. എന്നിട്ടാണ് ഈ കടിച്ചാ പൊട്ടാത്ത രീതിയിലുള്ള പുരാണ പുസ്തകം. അകലേ